ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഒരു ആൻറ്റിഗ്രാഫ് ജനറേറ്റർ ആയിരുന്നു. ആ വീഡിയോ കൂടുതലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റിഗ്രാഫ് ജനറേറ്റർ നമുക്ക് ഉപയോഗം കുറവാണ്. അപ്പോൾ എല്ലാവരുടെ ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയെന്ന ഒരു ഇച്ചിരി ഉപകാരമുള്ള അല്ല ഉപയോഗമുള്ളൊരു സാധനം ഉണ്ടാക്കാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഉപയോഗം മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലും കൂടെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്നും നോക്കാം. ആദ്യം നമുക്ക് 2 സ്പീക്കർ ആവശ്യമുണ്ട്. ഇത് ഞാനൊരു ഡെസ്ക്ടോപ്പിൻ്റെ സ്പീക്കർ അഴിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബ്ലൂടൂത്ത് റിസീവറാണ്. ഇത് നമ്മുടെ കാറിനകത്തൊക്കെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട്, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്ത കാറിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാനിവിടെ അതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു ബാറ്ററിയാണ്. അത് 5 വോൾട്ട് ഔട്ട്പുട്ടുള്ള ബാറ്ററി തന്നെ ആയിരിക്കണം. ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ടിൽ 4.5 വോൾട്ട് വരും. അത് നമുക്ക് പ്രശ്നമില്ലാത്തതാണ്. 4.5 5 വോൾട്ടോ ബാറ്ററി കിട്ടിയാൽ മതി. ഇതൊരു പഴയ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഞാൻ അഴിച്ചെടുത്തേക്കുന്നതാണിത്. അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു സ്ലൈഡ് സ്വിച്ചാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ആംപ്ലിഫയറിൻ്റെ ചിപ്പാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊരു 100Kയുടെ പൊട്ടൻഷ്യോമീറ്ററാണ്. ഇത് നമുക്ക് സാധാരണ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അതില്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഉള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കുറച്ച് വയറാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ കുറച്ച് നോവ പാനലിൻ്റെ പീസസ് ആണ്. ഇതിപ്പോൾ എനിക്ക് നോവ പാനൽ അവൈലബിൾ ആയതുകൊണ്ട് ഇത് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് ബോക്സിൽ വേണമെങ്കിലും നമ്മുടെ സ്പീക്കറും സെറ്റിങ്സ് എല്ലാം കൂടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ കാർഡ്ബോർഡ് വെച്ചാണെങ്കിലും നമുക്കൊരു ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ ഈ സെറ്റിങ്സ് എല്ലാം കൂടെ വെച്ചാലും അതൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ നോവ പാനലാണ് എടുത്തേക്കുന്നത്. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ എന്ത് മുഴുപ്പുള്ള പെട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള കറക്റ്റ് സൈസിൽ പീസസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാനായിട്ടുള്ള കണക്ഷനിലോട്ടും പ്രോസസ്സിലോട്ടും ഒക്കെ നമുക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ വയർ കണക്ട് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഒരു റെഡ് വയറും 2 ബ്ലാക്ക് വയറും എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ ഒരു റെഡ് വയർ കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ 2 ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് 3 വയർ എടുത്തിട്ടുണ്ട്. നെഗറ്റീവ് 2 എണ്ണവും പോസിറ്റീവ് 1 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഈ പോസിറ്റീവ് വയർ നമുക്ക് സ്വിച്ചിനൂടെ 3 ടെർമിനലാണുള്ളത്. ഇതിൽ നമുക്ക് നടുക്കത്തെ ടെർമിനലിലോട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ 2 ചിപ്പുകളും എടുക്കുന്നു. നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ റിസീവറും ആംപ്ലിഫയറിൻ്റെ ചിപ്പും എടുക്കുന്നു. ഈ 2 ചിപ്പിലും പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ നമുക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ചിപ്പിൽ ഇവിടെ 5 വോൾട്ട് പ്ലസ് എന്നും മൈനസ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മൈനസിൽ ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ റിസീവറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ റിസീവറിൽ ഇവിടെ ഒരു USB-യുടെ പോർട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റിലും ഏറ്റവും റൈറ്റിലും ഉള്ള പിന്നുകളാണ് നെഗറ്റീവും പോസിറ്റീവും വരുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ട് ഈ USB-യുടെ ഹോളുള്ള ഭാഗം മുകളിലോട്ടാക്കി വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ലെഫ്റ്റിലുള്ളത് നെഗറ്റീവും റൈറ്റിലുള്ളത് പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ടെർമിനൽ ഇതിൻ്റെ നെഗറ്റീവിൽ, അതായത് ലെഫ്റ്റിലുള്ളതിൽ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവും ടെർമിനൽ ബാറ്ററിയിൽ നിന്ന് വന്നതിൽ പോസിറ്റീവ് നമ്മുടെ സ്വിച്ചിലോട്ടും നെഗറ്റീവ് ഓരോ ചിപ്പിലോട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഓരോ ചിപ്പിൻ്റെ നെഗറ്റീവ് വരുന്നതിലോട്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, ഒന്നിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ആ സൈഡിൽ വരുന്ന ടെർമിനലിൽ നിന്ന് 2 വയറുകളാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2 റെഡ് വയർ തമ്മിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനൽ, ഞാനിപ്പോൾ ഈ ടെർമിനലാണ് യൂസ് ചെയ്യുന്നത്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ടെർമിനലിലോട്ട് വെച്ച് ഞാൻ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിൽ നിന്ന് ഞാനിങ്ങനെ 2 വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വയറും ഓരോ ടെർമിനലിലും നമുക്ക് ഈ 2 ചിപ്പിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന 2 വയർ, അതായത് പോസിറ്റീവ് 2 വയർ
ഒരെണ്ണം നമ്മുടെ ബ്ലൂടൂത്ത് റിസീവറിൻ്റെ പോസിറ്റീവിലോട്ടും അടുത്തത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് റിസീവർ ഓൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഡിയോയുടെ വയറുകൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു 100Kയുടെ പൊട്ടൻഷ്യോമീറ്ററാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓഡിയോയുടെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഈ ബ്ലൂടൂത്ത് റിസീവറിൽ ഇപ്പോൾ ഒരു ഓഡിയോ ജാക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ ഓഡിയോ ജാക്കിന് ഇവിടെ മൂന്ന് പിന്നും ഈ സൈഡിൽ ഒരു പിന്നും ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഒരു പിന്നായിട്ടിരിക്കുന്നതിൻ്റെ കണക്ഷൻ ഇതിനകത്തൂടെ ഇവിടെ വരുന്നുണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ടാണ്. പിന്നെ ഈ ആദ്യത്തേതും ഈ രണ്ടാമത്തേതും ലെഫ്റ്റും റൈറ്റും ഓഡിയോ ആണ്. നമ്മളിവിടെ ഓഡിയോ ചാനലുകൾ കൊടുക്കാനായിട്ട് 3 വയറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഞാൻ ഗ്രീനും, ലെഫ്റ്റ് കൊടുക്കാനായിട്ട് ബ്ലൂവും, റൈറ്റ് കൊടുക്കാനായിട്ട് ഓറഞ്ച് കളറുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് മൂന്നും നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ഓഡിയോ ജാക്കിൻ്റെ ടെർമിനലിൽ വെച്ച് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ഓഡിയോ ജാക്കിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഞാനിവിടെ ഗ്രൗണ്ട് ഗ്രീന്, ഈ മേൽഭാഗത്തായിട്ട് വരുന്ന ഗ്രൗണ്ട് ഗ്രീനും ലെഫ്റ്റ് ബ്ലൂവും അതുപോലെ തന്നെ റൈറ്റ് ഓറഞ്ച് കളറും വയർ വെച്ച് കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പൊട്ടൻഷ്യോമീറ്ററിൽ മൊത്തം 6 ടെർമിനലാണുള്ളത്. 6 ടെർമിനൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മുകളിലത്തെ ഒരു ചാനൽ, താഴത്തെ ഒരു ചാനൽ, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ഒന്നിലെ നടുക്ക് അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ നമുക്ക് ഓരോ ചാനൽ, അതായത് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് റൈറ്റ് ചാനലും താഴ്ഭാഗത്ത് ലെഫ്റ്റ് ചാനലുമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമ്മുടെ റൈറ്റ് ചാനലും ലെഫ്റ്റ് ചാനലും ഒരു സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള 2 ടെർമിനലിൽ നിന്ന് നമുക്ക് റൈറ്റ് ചാനലും ലെഫ്റ്റ് ചാനലും ഔട്ട് എടുത്ത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ 2 ചാനലിലായിട്ട് കണക്ട് ചെയ്യാം. അതിനായിട്ടും ഞാൻ സെയിം കളർ വയറാണ് യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നടുക്കുള്ള 2 ടെർമിനലിൽ നിന്ന് ഞാൻ റൈറ്റ് ചാനലും ലെഫ്റ്റ് ചാനലും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാം. ഇവിടെ ആംപ്ലിഫയറിൽ ലെഫ്റ്റും റൈറ്റും നടുക്കുള്ളത് ഗ്രൗണ്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് വന്ന ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ചാനൽ ഈ ലെഫ്റ്റിലും ഈ റൈറ്റിലും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻറ്ററിലുള്ള ടെർമിനലിൽ നിന്ന്, താഴെയും മുകളിലുള്ള സെൻറ്ററിൽ ഉള്ള 2 ടെർമിനലിൽ നിന്ന് എടുത്ത റൈറ്റ് ചാനലും അതുപോലെ തന്നെ ലെഫ്റ്റ് ചാനലും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ റൈറ്റ് ചാനലിലും ലെഫ്റ്റ് ചാനലിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്രൗണ്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലൂടൂത്ത് റിസീവറിൽ നിന്ന് വന്ന ഗ്രീൻ കളർ വയർ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മുകളിലും താഴെയുള്ള 2 ടെർമിനലും ഒരുമിച്ച് കണക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ഓഡിയോ ജാക്കിൽ നിന്ന് വന്ന ഗ്രൗണ്ട് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ബാക്കിയുള്ള 2 ടെർമിനലും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതേന്ന് തന്നെ നമുക്ക് ഒരു വയർ ഔട്ട് എടുത്ത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ചിപ്പിൻ്റെ ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേന്ന് തന്നെ ഒരു ഗ്രൗണ്ട് ഔട്ട് എടുത്തിട്ടുണ്ട്. ആ ഔട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ആംപ്ലിഫയർ ചിപ്പിൻ്റെ സെൻറ്ററിലുള്ള, നമ്മൾ 3 എണ്ണം പറഞ്ഞിരുന്നു, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, അതിന് നടുക്കുള്ള ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പീക്കറുകളാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു സ്പീക്കറിൻ്റെ 2 വയർ, ഒരു സ്പീക്കറിൽ 2 വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതിലും നെഗറ്റീവും പോസിറ്റീവും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് രണ്ടും കറക്റ്റായിട്ട് 2 കളർ വയർ വെച്ച് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ആംപ്ലിഫയറെ നോക്കുവാണെങ്കിൽ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഓരോ സ്പീക്കറിലോട്ട് പോകാനാണ്, ലെഫ്റ്റ് സ്പീക്കറും റൈറ്റ് സ്പീക്കറും. അപ്പോൾ നമുക്ക് 2 സ്പീക്കറിലും കണക്ട് ചെയ്യാം. ഇതിലും ലെഫ്റ്റ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്, അത് മാറിപ്പോകാതെ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൽ 2 സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ഷൻ ചെയ്യാനുള്ളത് നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കണക്ഷനൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ സ്വിച്ച് ഓണാക്കാൻ പോവാണ്. സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ എല്ലാം റെഡിയാണ്. സ്പീക്കറിൽ നിന്ന് ഓൺ ആയതിൻ്റെ സൗണ്ടും കേട്ടു. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓണാക്കാം. ഇപ്പോൾ ഈ ഡിവൈസിൽ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം.
വോളിയം കൂട്ടാനായിട്ട് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് വോളിയം കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ സർക്യൂട്ടുകളെല്ലാം നമ്മുടെ ബോക്സിനകത്ത് അസംബിൾ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പീസസ് ഒക്കെ കൂട്ടി ഒട്ടിച്ച് ഒരു ബോക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ബോക്സിൻ്റെ ബാക്കിലെ പാനൽ ഒഴികെ ബാക്കിയെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടും സിസ്റ്റംസ് എല്ലാം ഇതിനകത്ത് വെച്ച് ഒട്ടിക്കാം. ഇപ്പം ഞാൻ നമ്മുടെ സ്വിച്ചും അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററും ഈ 2 ഹോളിനകത്തൂടെ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററി നമുക്ക് റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഒരു പോർട്ട് വേണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൊബൈൽ ചാർജറിൻ്റെ അകത്തുനിന്ന് നമ്മുടെ USB-യുടെ ഫീമെയിൽ പാർട്ട്, അതായത് ആ USB കുത്തുന്ന പോർട്ട് അഴിച്ചെടുത്തിട്ട് അത് ഞാൻ നമ്മുടെ ബാറ്ററിയിൽ വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ പൊട്ടൻഷ്യോമീറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാർജ് ചെയ്യാനുള്ള പോർട്ടും അതിനായിട്ടുള്ള ഹോൾസിനകത്ത് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കാം. നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ചിപ്പുകളും, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ചിപ്പ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ചിപ്പും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ വെച്ച് നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഞാനിവിടെ ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ചിപ്പ് ഈ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ചിപ്പ് ഈ സൈഡിലും വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഈ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഈ സൈഡിൽ നമുക്കിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൽ ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഈ അടപ്പിൻ്റെ പുറകു ഭാഗത്ത് വെച്ച് ഒട്ടിക്കാനുമാണ്. ഇനി നമുക്ക് അത് ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മുടെ USB-യുടെ പോർട്ടും അതുപോലെ തന്നെ ചിപ്പുകളും നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററും എല്ലാം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിൻ്റെ ബാക്ക് കവറിൽ വെച്ച് ഒട്ടിച്ചിട്ട് ഇത് അടക്കിയാണ് വേണ്ടത്. ഞാനിപ്പോൾ നമ്മുടെ ബോക്സ് സൈഡിൽ നിന്നെല്ലാം ഒട്ടിക്കുകയും അടയ്ക്കുകയും എല്ലാം ചെയ്ത് നമ്മുടെ അകത്തുനിന്നുള്ള സർക്യൂട്ടിലകത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഈ സ്വിച്ചിനുള്ള ഹോളിനകത്തുള്ള സ്വിച്ച്, പൊട്ടൻഷ്യോമീറ്റർ അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ടും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ കവറിൽ ഞാനൊരു 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് സ്ക്രൂ ഇട്ട് മുറുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഇട്ട് മുറുക്കി ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ സർക്യൂട്ടും ഡയഗ്രവും എല്ലാം എളുപ്പമുള്ളതാണ്, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഓരോ ചിപ്പുകളുടെയും സ്വിച്ചിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതെല്ലാവരും കഴിയുന്നവരെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത തവണ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.